പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ മാങ്ങാപ്പഴം മിക്സിയിലടിച്ച് അതുകൊണ്ട് ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ആവശ്യത്തിന് പഞ്ചസാര വേണം, നാരങ്ങ നീര് വേണം. അതുകൊണ്ട് ഇനി ചൂടായ ചട്ടിയിലേക്ക് മാങ്ങ അരച്ചത് ഒഴിക്കുകയാണ്. ഇത് തിളപ്പിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാം സ്പൂണ് കൊണ്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി നല്ല തീയിൽ ഇളക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കുക. തിളപ്പിച്ച് അത് വറ്റിക്കണം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇടുക. പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നാരങ്ങ നീരും അതിലേക്ക് ഒഴിച്ച് ചേർക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി നന്നായി വറ്റി കുറച്ച് ഉറപ്പാകുന്നത് വരെ ഇളക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. നന്നായിട്ട് കുറുകി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. നന്നായിട്ട് കുറുകി വരണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ കൈ വിടരുത്. നമുക്ക് ലേശം കൂടെ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ലേശം കൂടെ പഞ്ചസാര ചേർക്കാം. കൂടിയില്ലെങ്കിലോ നോക്കിയിട്ടാണ് നമുക്ക് ലേശം കൂടെ പാത്രത്തിലിട്ടിടാം. ലേശം കൂടെ പഞ്ചസാര ഇട്ടോട്ടെ ഗൈസ്. പഞ്ചസാര ഇട്ട് കൊടുക്കുക. തികഞ്ഞില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഗൈസ്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് കുറുകി വരണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറുകി വരണ വരെ ഇളക്കണം കേട്ടോ ഗൈസ്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന വലിയ തീയിലാണ് നമ്മൾ
വലിയ സിമ്മിലാണ് തീ വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ അടി കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കരിയരുത്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. നന്നായിട്ട് ഇളക്കണം. ഗൈസ്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ നമ്മൾ നാരങ്ങ ചേർത്തത് എന്താണെന്നറിയോ? നാരങ്ങ ചേർക്കാൻ കാരണം നമ്മുടെ മാങ്ങ കൊണ്ടുള്ള ജാമ് അത് കേടാതിരിക്കാൻ വേണ്ടി കേട്ടോ. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ നാച്ചുറൽ മാത്രമേ കൊടുക്കാവുള്ളൂ കുഞ്ഞുങ്ങൾക്ക്. അത് പുറത്തുനിന്ന് അങ്ങനെ മേടിച്ചൊന്നും കൊടുക്കരുത് ഗൈസ്. പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്ന ജാമിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജാമാട്ടോ ഏറ്റവും നല്ലത്. വീട്ടിലുണ്ടാക്കുന്ന ജാമാണ് ഏറ്റവും നല്ലത്, പിള്ളേർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ പിള്ളേർക്കധികം രോഗങ്ങളുണ്ടാകാതിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല കുറുകി വരണ വരെയും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് കുറച്ച് സമയം പിടിക്കും കേട്ടോ. നല്ല കുറുകി വരാനായിട്ട് നന്നായിട്ട് ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ അതുവരെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ ഗൈസ്. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജാം ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നാരങ്ങ കൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള ജാം അത് ചീത്തയാവാതിരിക്കും. ഒരുപാട് ഗുണമുണ്ട് കേട്ടോ നാരങ്ങ കൊണ്ട്. അപ്പോൾ നാരങ്ങ എക്കാലം ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ മാങ്ങയുടെ ജാം. മാങ്ങ കൊണ്ടുള്ള ജാം എക്കാലം ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ നാരങ്ങയുടെ നീര് ഒഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ജാം ഒരിക്കലും ചീത്തയാവില്ല. അപ്പോൾ നമ്മൾ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. അത് നന്നായിട്ട് കുറുകി വരണ വരെയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് തീയില വെച്ചെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
നമ്മൾ ജാം ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ചാനലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ജാമായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്കൊക്കെ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർക്കാം. ഞാനതിൽ ഏലക്ക മാത്രം ചേർത്തിട്ടില്ല കേട്ടോ ഗൈസ്. ഏലക്ക ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ പഞ്ചസാരയും നാരങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരണ വരെയും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈക്കൊക്കെ വേദന ഉണ്ടാകും, എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങോട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീച്ച് കുറയ്ക്കാം കേട്ടോ, ചെറുതായിട്ട് കുറയ്ക്കാം.
ഗൈസ് അപ്പോൾ നമുക്ക് ലൈവ് നിർത്താം. അപ്പോൾ നമുക്ക് വീഡിയോസ് നിർത്താം കേട്ടോ. വീഡിയോ നിർത്താം. നമുക്ക് വീഡിയോ നിർത്താം ഗൈസ്. വീഡിയോ നിർത്താം. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. അപ്പോൾ നന്നായിട്ടായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഉണ്ടോ ആയി വരുന്നുണ്ട് നമുക്ക് അപ്പോഴേക്കും. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും തുടർന്ന് വീഡിയോസ് ഇടാൻ സാധിക്കൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസും ലൈവും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.